അഴിമതിക്ക് കൂട്ടുപിടിക്കുന്നവരാണോ ഈ പിണറായി വിജയൻ സർക്കാർ? കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഈ കേസിലെ പ്രതികളായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ആർ ചന്ദ്രശേഖരനും മുൻ MD ആയിട്ടുള്ള PA രതീഷിനും സർക്കാർ എന്തിനാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ കോടതിയുടെ ചോദ്യം എന്ന് പറയപ്പെടുന്നത്. ഇതുപോലുള്ള അഴിമതിക്കാരെ എന്തിനാണ് സർക്കാർ സംരക്ഷിക്കുന്നത് എന്നാണ് സിംഗിൾ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. രണ്ട് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലാണ് ഇത്തരത്തിലൊരു വലിയ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. പ്രതികളായവരാരാണ്? കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ, INTUCയുടെ നേതാവ്, മുൻ MD ആയിട്ടുള്ള PA രതീഷ്. ഇവർക്ക് രണ്ടുപേർക്കും സർക്കാർ എന്തിനാണ് സംരക്ഷണ കവചം ഒരുക്കുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അഴിമതിക്കാരെ ഇങ്ങനെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഉത്തരവിൽ പറയേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവിൽ എഴുതേണ്ടി വരുമെന്നാണ് സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. അതായത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിയമത്തെ അംഗീകരിക്കുന്ന നിലപാട് സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, പക്ഷേ ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. രണ്ട് പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകാത്ത സർക്കാർ നിലപാട് ചോദ്യം ചെയ്തുള്ള ഹർജി എന്ന് പറയപ്പെടുന്നത് ഹൈക്കോടതി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പക്ഷേ ആ പരിഗണനാ സമയത്ത് പോലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികളിലേക്ക് കോടതിക്ക് പോകേണ്ടി വരും. CBIക്ക് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയതായിരുന്നു. 45 ദിവസത്തിനുള്ളിൽ വീണ്ടും തീരുമാനമെടുക്കുവാനും അന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. കശുവണ്ടി ഇറക്കുമതിയിൽ 500 കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന സംഭവത്തിലാണ് 13 വർഷത്തെ ഇടപാടുകൾ CBI പരിശോധിച്ചത്, അഴിമതി കണ്ടെത്തിയത്. കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അനുമതി തേടിയിരുന്നത്. 2006-2015 കാലത്തെ തോട്ടണ്ടി ഇടപാടുകളിൽ അഴിമതി ഉണ്ട് എന്ന കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CBI ഏറ്റെടുത്തത്. കോർപ്പറേഷന്റെ മുൻ ചെയർമാനായിട്ടുള്ള ആർ ചന്ദ്രശേഖരനും മുൻ MD ആയിട്ടുള്ള KA രതീഷ് തുടങ്ങിയവരാണ് അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. 5 വർഷത്തോളം ഇത് അന്വേഷിച്ച CBI കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം പ്രോസിക്യൂഷൻ അനുമതി തേടിയെങ്കിലും വ്യവസായ വകുപ്പ് അപേക്ഷ തള്ളുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് റദ്ദാക്കിയ ഹൈക്കോടതി വിഷയം പുനഃപരിശോധിക്കുവാൻ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഴിമതി നടത്തി എന്നതിന് പുതിയ തെളിവുകളൊന്നും ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നു. അപ്പോൾ കശുവണ്ടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ പാളിച്ചകളും ഭരണപരമായിട്ടുള്ള വീഴ്ചകളുമാണ് CBI പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഏതെങ്കിലും വിധത്തിൽ അനധികൃതമായിട്ട് നേട്ടമുണ്ടാക്കുവാൻ ശ്രമിച്ചുവെന്നോ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നോ ദുരുദ്ദേശമുണ്ടെന്നോ ഉള്ള കണ്ടെത്തലുകൾ ഒന്നും തന്നെ നടത്താൻ CBIക്ക് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിക്കുന്നു എന്നായിരുന്നു സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയത്. പക്ഷേ എന്ത് പറഞ്ഞാലും 1 കോടിയുടെയോ 2 കോടിയുടേതോ അല്ലെങ്കിൽ 3 കോടിയുടേതോ ഇടപാടുകളല്ല, 500 കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന കേസാണ്. 13 വർഷത്തെ ഇടപാടുകൾക്ക് ശേഷവും അല്ലെങ്കിൽ 2006-2015 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തോട്ടണ്ടി ഇടപാടിലാണ് വലിയ അഴിമതി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നത്. INTUCയുടെ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുവാൻ പിണറായി വിജയൻ സർക്കാരിന് എന്താണ് ബാധ്യത? എന്തുകൊണ്ടാണ് ഇങ്ങനെ പിണറായി വിജയൻ ഈ ആർ ചന്ദ്രശേഖരന് ഇങ്ങനെ സംരക്ഷിതമായിട്ടുള്ള ഒരു കവചം ഒരുക്കി വെക്കുന്നത്? കൂടാതെ മുൻ MD ആയിട്ടുള്ള KA രതീഷിനെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നത്? ഇവരാരും ഇവരുടെ പാർട്ടിക്കാരോ പാർട്ടി തണലിൽ കഴിയുന്നവരോ വളരുന്നവരോ അല്ല. പക്ഷേ ഇവർ തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2006 മുതൽ 2015 വരെ കാലത്തെ തോട്ടണ്ടി ഇടപാടുകളിൽ അഴിമതിയുണ്ട് എന്നുള്ള കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CBI ഏറ്റെടുത്തത്. ആ CBIയുടെ ഏറ്റെടുക്കലിൽ 13 വർഷത്തെ ഇടപാടുകൾ CBI പരിശോധിക്കുകയും അതിനകത്ത് അഴിമതി കണ്ടെത്തി കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി തേടിയിരുന്നത്. അവിടെയാണ് സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യപ്പെടുന്നു വെച്ചാൽ സർക്കാർ ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകുന്നു, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാരിന് ഭൂഷണമാണോ? ഇനി എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഈ തോട്ടണ്ടി ഇടപാടുമായി വരുന്ന വിഷയത്തിൽ 500 കോടിയുടെ ബന്ധം അല്ലെങ്കിൽ 500 കോടിയുടെ അഴിമതി ആരോപണത്തെ എന്തുകൊണ്ടാണ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്? ഇതിനകത്ത് എന്ത് റോളാണ് പിണറായി വിജയൻ സർക്കാരിനോ അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നവർക്കോ ബന്ധമുള്ളത്? അല്ലെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക്
INTUസിയുടെ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ സംരക്ഷിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്കപ്പുറം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആർ ചന്ദ്രശേഖരനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം? ആർ ചന്ദ്രശേഖരന് കോൺഗ്രസ് പാർട്ടിയുമായി വലിയ അകലം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊല്ലത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒരു സീറ്റ് ഒപ്പിച്ച് മത്സരിച്ച് വിജയിക്കുവാൻ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതായി പോയ നേതാവാണ് ആർ ചന്ദ്രശേഖരൻ. മാത്രമല്ല, ആർ ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഈ ഇടപാടുകളിൽ, അഴിമതി ഇടപാടുകളിൽ ബന്ധമുണ്ട് എന്ന് പലവട്ടം അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ ജയിലഴികൾക്കുള്ളിലേക്ക് ഇറക്കുവാനോ കൊണ്ടുപോകുവാനോ ഈ ഒരു സർക്കാരുകൾക്കും, മാറി മാറി വന്ന ഒരു സർക്കാരിനും കഴിഞ്ഞില്ല എന്നുള്ളത് ഖേദകരമാണ്. 1-2 കോടി രൂപയുടെ അഴിമതിയല്ല ഞാൻ ഈ പറയുന്നത്, 500 കോടി രൂപയുടെ അഴിമതിയാണ് പറയുന്നത്. ആ അഴിമതി ആരോപണം ചെയ്തതല്ല എങ്കിൽ അത് തെളിയിക്കപ്പെടണം. ചെയ്തിട്ടുണ്ട് എങ്കിൽ ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ജയിൽ അടയ്ക്കണം. ഇത് രണ്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഇതിനകത്ത് ഒത്തുകളിക്കുകയാണ്. സർക്കാരിന് എന്തോ മറച്ചു വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.